ഹലോ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് സ്റ്റൈൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ പോവുകയാണ് കേട്ടോ. നമ്മളിൽ പലരും ചെറുപ്പത്തിൽ പട്ടം ഉണ്ടാക്കുകയും പറത്തും എല്ലാം ചെയ്തിട്ടുണ്ടാവും. ആ ഓർമ്മകളൊക്കെ നയവറക്കാൻ ഞങ്ങൾ ഇന്ന് പോകുന്നത് കുവൈറ്റിലെ ബിനൈദറിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുവൈറ്റിലെ അൽ ഫാസി കൈറ്റ് ഫെസ്റ്റിവൽ. ഈ വിൻ്റർ സീസണിൽ എല്ലാ ഫ്രൈഡേസിലും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ അവർ നടത്തുന്നത്. എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെയുള്ള കൈറ്റ്സ് കാണുന്നത്. നമ്മൾ ഈ സാധാ പട്ടമൊക്കെ പറത്തിയിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ. ഇതേ പല സൈസിൽ പല ഷേപ്പിലുള്ള കൈറ്റ്സ് ആണ് കേട്ടോ. അതും ഭയങ്കര ഹ്യൂജ് സൈസാണ് ഇതെല്ലാം. അത് കുറഞ്ഞ ചെറിയ രീതിയിലുള്ള പട്ടങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അൽ ഫാസി കൈറ്റ് ഫെസ്റ്റിവൽ ഒന്ന് വിശദമായിട്ട് കണ്ടാലോ. ഇതൊരു ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് സണ്ണും സൺലൈറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഒടുക്കത്തെ തണുപ്പും ഭയങ്കര കാറ്റുമായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നത് ഈ കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ മാത്രമല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ കൈറ്റ്സ് അതൊക്കെ പറത്താനും ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്നത് മേടിക്കാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ 750 ബിൽസിന്റെ 2 പട്ടങ്ങളാണ് കേട്ടോ മേടിച്ചത്. ഇനി നമുക്ക് പട്ടം പറത്തിയാലോ. നമ്മൾ ആദ്യം മേടിച്ച ടൈഗറിന്റെ കൈറ്റ് കുറച്ച് സീനായിരുന്നു കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും പുള്ളി ഇതെങ്ങനെ വട്ടത്തിൽ കടന്ന് കളിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ടൈഗറിന് പറക്കാൻ അറിയില്ലല്ലോ. എന്തായാലും പിന്നെ പല ടെക്നിക്കുകളും പ്രയോഗിച്ചിട്ട് അവസാനം നാളെ ടൈഗർ മോൻ ശരിക്കും പറന്നു കേട്ടോ. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ കോഴിക്കോട് എൻ്റെ വല്യച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജോജോ ചേട്ടൻ എനിക്ക് പട്ടം ഉണ്ടാക്കി തരുന്ന ഒരു വേഗമായിട്ടുള്ള ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രാഗൺ കൈറ്റ്സും പിന്നെ പലതരത്തിലുള്ള ആനിമൽസിൻ്റെ കൈറ്റ്സും എല്ലാം കാണുന്നത്. ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. നമ്മുടെ അൽ ഫാസി ടീമാണ് ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൈറ്റ്സ് എല്ലാം വേൾഡ് ഫേമസ് ആണ് കേട്ടോ. അതുമാത്രമല്ല, ഓരോ ആഴ്ചയും അവർ ഡിസ്പ്ലേ ചെയ്യുന്ന കൈറ്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ അവിടെ കൈറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിയ സൈസിലുള്ള പല ആനിമൽസിൻ്റെ തരത്തിലുള്ള കൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ.
നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. പക്ഷെ നല്ല അടിപൊളിയാണ്. വെള്ളിയാഴ്ചകളിലൊക്കെ എന്തായാലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഈ വിന്റർ സമയത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. വിന്റർ തരുന്നതിന് മുന്നേ അപ്പൊ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഈ പാർക്കുകളും മോളുകളും മാത്രം കണ്ട ശീലമുള്ള നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ നൽകുന്നത്. ആദ്യമൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് കൈറ്റ് കാണുന്നത്. അവൻ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. Yeah, it's coming. Much more. അതാ പാപ്പള പോയി. പട്ടം പറത്ത് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. സമയം ഏകദേശം 5 മണിയായി. അവരത് കൈറ്റ്സ് ഒക്കെ മെല്ലെ റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിന്ററിൽ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണത്. ബിനൈദറിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിന്റർ തീർന്നതിന് മുന്നേ കൈറ്റ് ഫെസ്റ്റിവൽ കണ്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ.